السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وآله وصحبه أجمعين. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാരിദ്ര്യത്തെ തൊട്ട് ഭയപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. കാദൽ ഫഖ്റു അൻ യകൂന കുഫ്റ, ദാരിദ്ര്യം ഒരു മനുഷ്യനെ കാഫിറാക്കാൻ പോകുന്നതാണ് എന്ന് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദാരിദ്ര്യം വരുന്ന വഴികളെ മുഅ്മിനീങ്ങളായ ആളുകൾ സൂക്ഷിക്കേണ്ടതാണ്. പല കിതാബുകളിൽ പല സ്ഥലങ്ങളിലായി പല ഇമാമിയങ്ങളും ദാരിദ്ര്യം വരുന്ന വഴികളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഹദീസിൽ നിന്ന് വ്യക്തമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സൂറത്തുൽ വാഖിയ എല്ലാ രാത്രിയിലും ഓതിയാൽ അവന് ദാരിദ്ര്യം വരൂല എന്നാണ്. മൻ ഖറഅ സൂറത്തുൽ വാഖിയ ഫീ കുല്ലി ലൈലത്തിൻ മറ ലം യജിദുഹു ഫാഖത്തുൻ അബദാ. ആരെങ്കിലും സൂറത്തുൽ വാഖിയ എല്ലാ രാത്രിയും ഒരു തവണ ഓതിയാൽ അവനൊരിക്കലും ദാരിദ്ര്യം വരൂല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പൈസ അല്ലല്ലോ ശരിക്കും പ്രശ്നം. പൈസ ഉണ്ടായപ്പോൾ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. മുതലുമായി ബന്ധപ്പെട്ട ഹൃദയമാണ് വാസ്തവത്തിൽ പ്രശ്നമുള്ളത്. തീരെ പൈസ ഇല്ലാത്ത ഒരാള് ഭയങ്കര പൈസക്കാരനമായിട്ട് അഹങ്കാരിയാണെങ്കിൽ അതുവരെമാതിരി തന്നെയുള്ളൂ. അപ്പൊ പൈസ ഉണ്ട് പൈസ ഇല്ല എന്നുള്ളതല്ല പ്രശ്നം. ലോകത്ത് കഴിഞ്ഞു പോയ ഒരുപാട് ആളുകൾ പൈസ ഉള്ള ആൾക്കാരനായിരുന്നു. ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പണക്കാരനായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം രാജാവാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം രാജാവാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം രാജാവിന്റെ മകനാണ്. അപ്പൊ പൈസ അല്ല പ്രശ്നമുള്ളത്, പൈസ ഉള്ളവന്റെ മനസ്സിനാണ് പ്രശ്നമുള്ളത്. മനസ്സ് നന്നായ പൈസ പ്രശ്നമല്ല. ദീനിയായ എല്ലാ കാര്യത്തിനും പൈസ വേണമല്ലോ. അപ്പൊ എന്താ, പൈസക്കല്ലല്ലോ പ്രശ്നമുള്ളത്. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം നമ്മൾ ഭയപ്പെടുകയും പക്ഷെ ഒരു പ്രശ്നമുള്ള എന്താ വെച്ചാല്, മുതല് തരണേ പഠിച്ചോനേന്ന് തുരക്കാൻ പാടില്ല. പിന്നെന്താണ് പൈസ എന്താ ഉള്ളത്? അല്ലാഹുവേ, ധാരാളമായി സക്കാത്തും സ്വതക്കയും കൊടുക്കാൻ അവസരം നൽകണേ റബ്ബേ. അള്ളാഹു നമുക്കൊക്കെ ധാരാളം സ്വതക്കയും സക്കാത്തും കൊടുക്കാനുള്ള അവസരം നൽകട്ടെ. ഓനെത്ര പൈസ ഉണ്ടായാലും ഒരു കുഴപ്പം വരില്ല. നേരെ മറിച്ച് അതാണ് ഈ ദ്വാന്റെ ആദാബുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഓരോന്നിനും ആശുപത്രി ഒരാൾക്കുണ്ടെങ്കിൽ പഠിച്ചോനെ ഈ നാട്ടുകാർക്കൊക്കെ ദണ്ണുണ്ടാക്കണേ നല്ലത് അവർക്കുണ്ട്. അള്ളാഹുവേ, ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും അസുഖം എന്റെ ആശുപത്രി കാരണമായി നീ ശിഫയാക്കണേ അല്ലാ എന്നാണ് വരക്കേണ്ടത്. ഇതാണ് ദ്വാന്റെ ആദാബുകൾ. അപ്പോ ബറക്കത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് പൈസ എന്നല്ല, ഉള്ളയിൽ ബറക്കത്ത് ഉണ്ടെങ്കിൽ ആവശ്യം കഴിച്ച് ബാക്കിയുണ്ടാവും. ഉള്ളയിൽ 1,00,000 റുപ്യ വരുമാനമുണ്ട്, പക്ഷെ ഓന് 1,10,000 റുപ്യ ഓരോ ദിവസവും ചെലവുണ്ടെങ്കിൽ ഓൻ കടം കൂടിക്കൊണ്ടേയിരിക്കും. നേരെ മറിച്ച് 1000 റുപ്യ വരുമാനമുള്ളൂ, 800 റുപ്യ കൊണ്ട് കാര്യമൊക്കെ നടന്നു പോവുകയാണെങ്കിൽ 200 റുപ്യ എന്നും ബാക്കിയായിക്കൊണ്ടിരിക്കും. അതാണ് ബറക്കത്ത് ഉണ്ടാവലും ബറക്കത്ത് ഇല്ലാതിരിക്കലും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ബറക്കത്തിനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എല്ലാ വിഷയത്തിലും ബറക്കത്തിനെ സൂക്ഷിക്കണം. ഭക്ഷണമാണെങ്കിൽ, വസ്ത്രമാണെങ്കിൽ, താമസത്തിനാണെങ്കിൽ അതിലൊക്കെ ബറക്കത്ത് സൂക്ഷിക്കണം. വസ്ത്രം കഴിക്കുന്ന സുപ്രയിൽ അമ്പിയാക്കയുടെ പേരുള്ള ഒരാളുണ്ടായാൽ ആ ഭക്ഷണത്തലികയിൽ ബറക്കത്തുണ്ടാകുമെന്ന് മുസ്തഫായ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നബിതങ്ങളുടെ പേരായാൽ പ്രത്യേകിച്ചും മുഹമ്മദ് എന്ന് പേരുള്ള ഒരാൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലിരുന്നാൽ അതിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ബറക്കത്തുണ്ടാകുമെന്നാണ്. നബിമാരുടെ പേരുള്ളവൻ തിന്നുന്നതിൽ ഉണ്ടായിരിക്കൽ മുസ്തഹബ്ബാ സുപ്രയിൽ. നബിമാരുടെ പേരുള്ളവൻ തിന്നുന്നതിൽ ഉണ്ടായിരിക്കൽ മുസ്തഹബ്ബാ സുപ്രയിൽ. തിരുമുസ്തഫ പേരുള്ളവൻ സവിശേഷമാ
ബറക്കത്ത് കൂടുതലെത്തിടാൻ പര്യാപ്തമാ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബറക്കത്ത് തരുന്നതാണ്. വസ്ത്രത്തിൽ ബറക്കത്തുണ്ടാവാൻ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ചെയ്തിരുന്ന ഒരു പരിപാടി കിതാബിൽ കാണാം. അല്പം വെള്ളമെടുക്കുക, അതിൽ ഇഖ്ലാസ് സൂറത്തും ഖദർ സൂറത്തും കാഫിറൂന സൂറത്തും ഓതുക. ഖദർ എന്ന് പറഞ്ഞാൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഇഖ്ലാസ് 3 സൂറത്ത് ഓതുക. എന്നിട്ട് ആ വസ്ത്രത്തിൽ കൊടയുക, എന്നിട്ട് ആ വസ്ത്രം ധരിക്കുക. ബറക്കത്തുണ്ടാകുമെന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച പുതിയ വസ്ത്രം വാങ്ങി ധരിച്ചാൽ ബറക്കത്തുണ്ടാകുമെന്നുണ്ട്. ബുധനാഴ്ച പുതിയ വസ്ത്രം വാങ്ങി ധരിച്ചാൽ ബറക്കത്തുണ്ടാകുമെന്നുണ്ട്. വെള്ളിയാഴ്ച നല്ല വസ്ത്രം ധരിച്ചാൽ ബറക്കത്തുണ്ടാകുമെന്നുണ്ട്. വസ്ത്രം ധരിക്കണതിന് നല്ല നിയ്യത്ത് ചെയ്യണം. ഔറത്ത് മറക്കാൻ എന്നാണ് വസ്ത്രം ധരിക്കുമ്പോൾ നിയ്യത്ത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ജസദിന്റെ അയബ് മറക്കാൻ എന്നും നിയ്യത്ത് ചെയ്യാവുന്നതാണ്. ശരീരത്തിന്റെ കേടുകൾ മറക്കാൻ വേണ്ടി ഞാൻ വസ്ത്രം ധരിക്കുന്നു, അല്ലെങ്കിൽ ഔറത്ത് മറക്കാൻ വേണ്ടി വസ്ത്രം ധരിക്കുന്നു. ഇങ്ങനെ നല്ല ബറക്കത്തുണ്ടാവുന്ന ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നിസ്കരിക്കാൻ തജമ്മുലാവുക, ഭംഗിയാവുക എന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പൊ നമ്മളെല്ലാവരും ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് പെരയിലാണുള്ളത്. അപ്പൊ കള്ളിത്തുണി എടുത്താണ്ടൊക്കെ നിസ്കരിച്ചു. കള്ളിത്തുണിക്ക് കുഴപ്പമില്ല, പക്ഷെ സീനത്തുള്ളത് ഭംഗിയുള്ളതായിരിക്കണം എന്നാ. അതായത് ആളുകളുടെ മുമ്പിലാവുമ്പോ നമ്മൾ വല്ല വസ്ത്രം ധരിക്കും. അള്ളാന്റെ മുമ്പിലാവുമ്പോ നമ്മള് പിന്നെ സ്പ്രിങ് പോലത്തെ കള്ളിത്തുണിയൊക്കെ എടുത്ത് നിസ്കരിച്ചാൽ പോരാ. സയ്യിദുനാ ഇമാമുനാ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് നിസ്കരിക്കാൻ മാത്രമായി നല്ല ജോഡി വസ്ത്രമുണ്ടായിരുന്നു. 1500 വെള്ളി നാണയം അതിന് വിലയുണ്ടായിരുന്നു എന്ന് സയ്യിദുനാ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ താരീഖിൽ കാണാം. അപ്പോ പെരേന്നാണ് നിസ്കരിക്കണമെന്ന് എഴുതിയിട്ട് അവനാന്റെ പെണ്ണുകളും കുട്ടികളും മാത്രമേ കാണാറുള്ളൂ എന്ന് എഴുതിയിട്ട് പിന്നെ ആകാത്ത കള്ളിത്തുണെടുത്തുകാണ്ടോ കക്ഷം കീറിയ പനിയെടുത്തുകാണ്ടോ ഒന്നും നിസ്കരിച്ചരുത്. നല്ല തുണിയും കുപ്പായം വേണം. അതുപോലെ നമ്മൾ ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ വളരെയധികം സൂക്ഷിക്കണം. ഒരുപാട് കാര്യങ്ങൾ ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും. വൈദ്യന്മാരെ ബഹുമാനിക്കാതിരിക്കൽ വസ്ത്രം ബറക്കത്ത് നഷ്ടപ്പെടുത്തുന്നതാണ് എന്നാ. അതുപോലെ ഉലമാക്കന്മാരെ ബഹുമാനിക്കാതിരിക്കലും ബറക്കത്ത് നഷ്ടപ്പെടുത്തും. ഹറാമിന്റെ പണം കൊണ്ടുവാങ്ങിയ വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ ബറക്കത്ത് നഷ്ടപ്പെടും. ശനിയാഴ്ച ഷോപ്പിംഗ് നടത്തിയാൽ ബറക്കത്ത് നഷ്ടപ്പെടും. ശനിയാഴ്ച പുതിയ വസ്ത്രം ധരിക്കാൻ തുടങ്ങിയാലും ജീവിതത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടും. അങ്ങനെ ആദത്തായി ചെയ്യുന്ന കാര്യങ്ങൾ, സ്ഥിരമായി ഹദ്ദാദ് ചെല്ലുന്ന ആള്, സ്ഥിരമായി മങ്കൂസ് മൗലിദ് ഓതുന്ന ആള്, റവാത്തിബ് നിസ്കരിക്കുന്ന ആള്, സ്ഥിരമായി വിത്ർ നിസ്കരിക്കുന്ന ആള്, സ്ഥിരമായി ആദത്തായി ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കിയാൽ ബറക്കത്ത് നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ വന്നാൽ ഖളാ വീട്ടണം. ഇങ്ങനെ പാത്രത്തിലുള്ള സാധനം കൊട്ടിയെടുത്താല് അരിന്റെ ബക്കറ്റിൽ കൈയിട്ടിട്ട് നായി കൊണ്ട് ഇങ്ങനെ അളന്നിട്ട് അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ട് അളന്നിട്ട് എടുക്കേണ്ടത്. കൊട്ടിയെടുത്താൽ ബറക്കത്ത് നഷ്ടപ്പെടുന്ന സയ്യിദുനാ ആയിഷ റളിയല്ലാഹു അൻഹാക്ക് ഒരു കാരക്കപാത്രം മുസ്തഫ നബി തങ്ങൾ നൽകിയിരുന്നു. അതിൽ നിന്ന് ആവശ്യമാകുമ്പോൾ ഇങ്ങനെ എടുത്ത് തിന്നും. ഒരു ദിവസം കൊട്ടി നോക്കി, അപ്പൊ തീർന്നു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ പറഞ്ഞു, അതിനിങ്ങനെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ എനിക്ക് കുറെ കാലം കഴിക്കായിരുന്നു. കൊട്ടിയാൽ ബർക്കത്ത് പോകും. വാഹനത്തിന്റെ വിവാഹത്തിന്റെ ചെലവ് കൂടിയാൽ, വലിയ കല്യാണം നടത്തിയാൽ ബർക്കത്ത് കുറയും. വലിയ അലോക്കിന്റെ കല്യാണം നടത്തിയവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ പ്രശ്നമായാൽ കാണലുണ്ട്. എല്ലാവരും എന്നല്ല ഞാൻ പറഞ്ഞത്, ബർക്കത്ത് കുറയും. ഇങ്ങനെ മടി കാരണം തൊഴിൽ ചെയ്യാതിരുന്നാൽ അവസാനം കൈനീട്ടി യാചിക്കേണ്ടി വരുമെന്ന് തഴവ ഉസ്താദിന്റെ അൽ മവാഹിബുൽ ജലിയയിലുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു എന്ന കായൽ പട്ടണത്ത് മറവ് ചെയ്ത ഒരാള്, സൂഫിയായ ഒരു വലിയ മനുഷ്യൻ. മഹാനവറുകൾ ഒരുപാട് ദാരിദ്ര്യം വരുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്റെ ഖസീദയിൽ ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. വമിൻ ലവാസിമി ഫഖ്റിൻ ഖൈതുമാ കുസിയത്ത് വജംഉമാ കുനിസത്ത് ഫിൽ ബൈതി മുർതകിമാ വകൻസു ബൈതിൻ ബിലൈലിൻ വൽ ജുലൂസു അലാ അതബി ബാബിൻ വകയ്യിൽ ഖുംലി മുൻതഖിമാ كذاك يلقاؤه حيا وكيكشو لسومي ثم الذي ضاعه مكهما. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എണ്ണി പറയുന്നുണ്ട്. നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്, ഓടിച്ചു പറയാം.
ശരീരത്തിൽ വെച്ച് വസ്ത്രം തുന്നുക, അടിച്ചുകോരിയത് മൂലയിൽ കൂട്ടിവെക്കുക, രാത്രി അടിച്ചുവാരുക, ഉമ്മറപ്പടിയിൽ ഇരിക്കുക, ചെള്ള്, കൊതു, മൂട്ട, ഈച്ച തുടങ്ങിയവയെ കരിച്ചു കളയുക, ഉള്ളിയുടെ തോല് കത്തിച്ചു കളയുക, ഇങ്ങനെ കുറെ എണ്ണം. വ്യഭിചരിക്കുക, പലിശ വാങ്ങുക, കാറ്റിനെ ചീത്ത പറയുക, തെമ്മാടികളോട് പിന്തുടരുക, ബാത്റൂമിലേക്ക് വലത്തേ കാല് മുന്തിച്ച് കിടക്കുക, പള്ളിയിലേക്ക് ഇടത്തേ കാല് വെച്ച് കിടക്കുക, റൊട്ടി അലക്ഷ്യമായി വലിച്ചെറിയുക, പത്തിരിയും റൊട്ടിയും ഒക്കെ, ബന്ന്, റസ്ക് ഒക്കെ. തുണി കൊണ്ട് അടിച്ചു വാരുക, തുടക്കലല്ല കേട്ടോ, അടിച്ചു വരാൻ വേണ്ടി തുണി ഉപയോഗിക്കുക, ദാരിദ്ര്യം ഉണ്ടാക്കും. പ്രാവുമായി കളിക്കുക, നഖം കടിച്ചു മുറിക്കുക, ഉമ്മിക്കരി കൊണ്ട് പല്ല് തേക്കുക, വസ്ത്രമില്ലാതെ കിടന്നുറങ്ങുക, ഒറ്റക്കാണെങ്കിലും രാത്രിയാണെങ്കിലും ജനാപത്തോടുകൂടി ഭക്ഷണം കഴിക്കുക. ഇമാംകാരും ഇസ്ലാംകാരും എന്നല്ല ഞാൻ ഈ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ എല്ലാവരും കൂടി ഇന്റെ നേരക്ക് തിരിയൊന്നും വേണ്ട. ബറക്കത്ത് നഷ്ടപ്പെടുമെന്ന് സലാഹുദ്ദീൻ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു എന്ന സൂഫി വര്യൻ അടയാളപ്പെടുത്തിയ കുറെ കാര്യങ്ങൾ എണ്ണി പറഞ്ഞതാണ്. ഗുരുവിന്റെ മുമ്പിൽ നടക്കുക, മാതാപിതാക്കളെ പേര് വിളിച്ച് അഭിസംബോധനം ചെയ്യുക, യാ മുഹമ്മദ് തആൽ, വാതിൽ പൊളിയിൽ ചാരിയിരിക്കുക, കക്കൂസിൽ നിന്ന് വുളൂ ചെയ്യുക, കാണുന്ന കൊള്ളികളെല്ലാം എടുത്ത് പല്ലിൽ കുത്തുക. അതിനുവേണ്ടി നിശ്ചയിച്ച ശുദ്ധമായ സാധനമാണെങ്കിൽ കുഴപ്പമില്ല. മണ്ണ് തേച്ച് കൈ കഴുകുക, അതായത് സോപ്പൊന്നും ഉണ്ടായില്ല, അപ്പൊ മണ്ണെണ്ണ തേച്ച് കണ്ട് കഴുകുക. എടുത്ത വസ്ത്രം ഉപയോഗിച്ച് മുഖം തുടക്കുക, തുണിന്റെ തലപ്പുകൊണ്ട് മുഖം തുടക്കുക, പൊട്ടിയ ചേർപ്പ് കൊണ്ട് തല വൃത്തിയാക്കുക, നിന്നുകൊണ്ട് പാൻറ് ധരിക്കുക. പാൻറ് ഇരുന്നിട്ടാണ് ധരിക്കേണ്ടത്, പാൻസ് എന്നാണ് അത്ര ശരി. 8 കാലി വലയെ തട്ടിക്കളയാതിരിക്കുക. സുബഹിക്ക് ശേഷം ഉറങ്ങുക, കമഴ്ന്ന് കിടന്നുറങ്ങുക, ബിസ്മില്ലാതെ ഭക്ഷണം കഴിക്കുക, മൂക്കിൽ വിരലിടുക. ദാരിദ്ര്യം വരുന്ന എല്ലാ വഴികളെയും നമ്മൾ സൂക്ഷിക്കണം. ബറക്കത്തുണ്ടാകുന്ന കാര്യങ്ങളെ ചെയ്യണം, ബറക്കത്ത് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കണം. മിൻഹസിന വരിബാ സബുരിയാഹി മുവാ ലാതുല്ലദീന ഖറൗ ലിൽഫുസാഖിൽ ഹുകമ കദാക ബദ്ഉം ബിയുംനാ ഫി ദുഖൂലി ഖലാ വലക്സു ഫി മസ്ജിദിൻ ഫതുറുക് തനൽ നിഅമാ. കുറേ കാര്യങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വീണ്ടും നിങ്ങൾ ഇതൊന്ന് കേൾക്കണം. ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതിനെ കൊണ്ടുവരികയും ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കുകയും വേണം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ വലിയ വലിയ ദറജകൾ എത്തിപ്പിടിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നാഫിഅ ഇൽമിനെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കേൾക്കുന്നതനുസരിച്ച് ജീവിതത്തിൽ അമൽ ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. ദ്വാരക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.